ളെ വെള്ളവനാടനാണ് പ്രമോദ് പെരുന്നാളിന്. ഞാൻ ഈ ജപ്തി നടപടികൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വന്ന് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോൺ എടുത്താൽ അത് വീട്ടണ്ടേ? കടം വാങ്ങിയാൽ തിരിച്ചടക്കണ്ടേ? വേണം, തിരിച്ചടക്കണം, ഒരു തർക്കമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ പറയണ ചോദ്യക്കാരും കൂടി ഒന്ന് ഉത്തരം തരണം. അദാനി ഗ്രൂപ്പിൻ്റെ കിട്ടാക്കട എഴുതി തള്ളി. LICയുടെ 33,000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന് നൽകിയത്. അങ്ങനെ വിജയ് മല്യയുടെ കോടികൾ തള്ളി. അങ്ങനെ എത്ര കോടികൾ തള്ളി? പണക്കാരൻ്റെയൊക്കെ എഴുതി തള്ളുന്നുണ്ടല്ലോ. ഈ പാവപ്പെട്ടവരുടെ എഴുതി തള്ളാൻ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഇതും കൂടിയായിട്ട് എഴുതി തള്ളിക്കോളൂ. ഞങ്ങൾക്ക് യാതൊരു വിഷമമൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങൾ എഴുതി തള്ളണമെന്നൊന്നും പറയണില്ല. പലിശ അടച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി ഉള്ളത് മതി. പൈസ അടച്ചേന്നുമല്ലോ, അടച്ചിട്ട് ബാക്കിയുള്ളതിന് ഒരു കിഴിവ് തരണം, കുറച്ച് സമയം തരണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ അദാനിയുടെ നാണല്ലാതെ ജനങ്ങളെ പൈസ ഗവൺമെൻറ്റിനെ കൊണ്ട് എഴുതി തള്ളിപ്പിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം, തിരിച്ചടയ്ക്കാനുള്ള സമയം വേണം. പിന്നെ അടച്ച പലിശയും കൂടി ഇതിലേക്ക് കൂട്ടിയിട്ട് ബാക്കി എത്ര വെച്ചാൽ അതിനുള്ള പലിശ, അതായത് പലിശ വീണ്ടും കൂട്ടി ഡബിൾ പലിശ വെക്കണത് അതൊക്കെ നിർത്തിക്കളും. ജനങ്ങൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബാങ്കിനും നിലനിൽപ്പില്ലാതെ പോകും ഇത്തരത്തിൽ പോയാൽ. അപ്പം നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോവുകയാണെന്ന് വെച്ചാൽ ബാങ്കിനും നല്ലതാണ്, കടം വാങ്ങിയവർക്കും നല്ലതാണ്. ഓക്കെ.